ഒമാനെ ബോംബിട്ട് തകർക്കും എന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ഇറാനുമായിട്ട് കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതും ഗതാഗത കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്രംപിന്റെ ഭീഷണി ഇങ്ങനെയാണ്: ഒമാനെ ബോംബിട്ട് തകർക്കുമെന്നാണ്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കരാറ് ഉണ്ടായിരുന്നു. ആ ഒരു കരാറിന്റെ അവസാന തീയതി 17 ഓഗസ്റ്റ് 2026 ആയിരുന്നു. അതോടുകൂടി കരാറിന്റെ കാലാവധി കഴിഞ്ഞു. ഇറാനും US-ഉം ഒപ്പുവെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണാപത്രത്തിന്റെ കാലാവധിയാണ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നത്. ആ ഒരു കരാർ അനുസരിച്ച് ഇറാൻ കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡുമായി US ചർച്ച നടത്തുന്നുവെന്നും പറഞ്ഞു. ഇക്കാര്യം ഇറാൻ നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഇറാൻ മാപ്പ് പറയാനും കീഴടങ്ങാനും തയ്യാറല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറ് കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ മാപ്പ് പറയണം അല്ലെങ്കിൽ കീഴടങ്ങണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കീഴടങ്ങാനും മാപ്പ് പറയാനും തയ്യാറല്ലാത്ത പക്ഷം ഇനി അടുത്തത് എന്താണ് ഉണ്ടാവുക എന്ന് കണ്ടു തന്നെ അറിയണം. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് UAE-യിലെത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. മേഖലയിലെ സുരക്ഷയാണ് പ്രധാന ചർച്ചാ വിഷയമായത്. ഇതിനിടെ ചെങ്കടലിൽ സൗദി യുദ്ധക്കപ്പൽ യമനിലെ ഹൂതി വിമതർ ആക്രമിക്കുകയും ചെയ്തു. കപ്പലിനെ അനുഗമിച്ച 4 ബോട്ടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അതായത് മിസൈൽ ആക്രമണമാണ് നടത്തിയത്. ഹൂതി വിമതർ അവകാശപ്പെട്ടു. ബാബുൽ മന്ദീബ് കടലിടുക്ക് സമീപം ചെങ്കടലിലെ യമൻ തുറമുഖമായ മോഖയിലാണ് ആക്രമണം ഉണ്ടായത്. നമുക്കറിയാം, അതായത് ഫെബ്രുവരി 28 ഇറാനും US-ഉം അതേപോലെ ഇസ്രായേലും തമ്മിൽ ഒരു ത്രികോണ യുദ്ധം ആരംഭിച്ചത്. ആ ഒരു യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഖമേനി കൊല്ലപ്പെട്ടത്. ഖമേനി മാത്രമല്ല, ഖമേനിയുടെ കുടുംബത്തിലെ പല ആളുകളും കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ഒരു നിമിഷം, അതായത് ഖമേനി കൊല്ലപ്പെട്ട നിമിഷം അവിടുത്തെ സ്ത്രീകളുടെ ആഹ്ലാദ പ്രകടനം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം അക്സ അമിനി എന്ന് പറഞ്ഞ ഒരു 23 വയസ്സുകാരി തന്റെ ഹിജാബ് ശരിയായ രീതിയിൽ ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടീനെ, 21 വയസ്സുകാരിനെ അവിടുത്തെ പോലീസ്, അതായത് എന്താ പറയാ, നമ്മളൊക്കെ മാതൃക കാണിക്കുന്ന പോലത്തെ ഒരു പോലീസുകാരുണ്ട് അവിടെ, അവര് പിടിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ആ പെൺകുട്ടിയുടെ മരണ വാർത്തയാണ് അവിടെ ഇറാൻ ജനത അറിഞ്ഞത്. ആ ഇറാൻ ജനത അതിൽ പ്രതിഷേധിക്കുന്നത് മുടി മുറിച്ചും ഹിജാബ് തീയിട്ടും ആനന്ദ നൃത്തം ആടിയിട്ടായിരുന്നു. അത് അങ്ങനെ പ്രതിഷേധിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അക്സ അമിനിയുടെ ചിത്രം കയ്യിലേന്തി അവിടെയുള്ള ഇറാനിയൻ വനിതകൾ അവിടെ പ്രതിഷേധിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് ഖമേനിയുടെ ആളുകൾ കൊന്നൊടുക്കിയത്. ഭയങ്കര പ്രാകൃതമായ രീതിയിലായിരുന്നു സ്ത്രീകളെ അവിടെ ജീവിച്ചത്. സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, എന്തിന് സ്വന്തം ഡ്രസ്സ് ചെയ്തിടണം പോലും അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഹിജാബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറിക്കഴിഞ്ഞാൽ അത് രാജ്യവിരുദ്ധ കുറ്റത്തിന് തുല്യമായ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാലങ്ങൾ, അതായത് ഒരുപാട് വർഷങ്ങളാണ് അവിടെ ഇതിനെ പുറകെ അവർ നടന്നത്. അത്രയും വേദന സഹിച്ച്, അവഹേളനം സഹിച്ച്, അതേപോലെ ഇത്രയും പ്രതിഷേധമൊക്കെ നടത്തി അവസാനം ആ ഒരു ഏകാധിപതിയായ ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകളുടെ ആഹ്ലാദ എടുത്തു പറയേണ്ടതാണ്. പക്ഷെ അവിടെ ഖമേനിയാണ് കൊല്ലപ്പെട്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അനുശോചനം അറിയിച്ച് തെരുവിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകൾ ഇവിടുത്തെ CPM-കാരെ മാത്രം വിളിച്ചില്ല. ബാക്കി എല്ലാ പാർട്ടിയിലെ ആളുകളെയും, ഇന്ത്യയിലെ ആളുകളെയും വരെ, അത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വരെ വിളിച്ചിട്ട് പോലും നമ്മുടെ CPM-ൽ ഒരാളെ പോലും വിളിച്ചില്ല. ഇവർ ഇത്രയും വലുതായിട്ട് ഖമേനിയെ പൊക്കിപ്പിടിച്ച് ഖമേനി അങ്ങനെയാണ് ഇങ്ങനെയാണ് വെളുപ്പിച്ച് അങ്ങേ അറ്റം എത്തി നമ്മുടെ കേരളത്തിലെ സ്വരാജ്, അതായത് CPM-കാരുടെ സ്വരാജ് ഒക്കെ അങ്ങേയറ്റം വെളുപ്പിച്ച് എറണാകുളത്തെ നഗരവീതിയിലൂടെ ബാനർ തൂക്കിപ്പിടിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അവരെ ആരും ഇവർ വിളിച്ചില്ല എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായി പോയി. അപ്പോൾ നമ്മൾ യുദ്ധത്തിലേക്ക് വരാം. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ വലിയ തോതിൽ ഇറാൻ ആക്രമിക്കുകയൊക്കെ ചെയ്തു. കാരണം ഈ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഈ നെതന്യാഹുവും അതേപോലെ ട്രംപും ആക്രമണം നടത്തിയത് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. അതായത് എവിടെയാണോ തീവ്രവാദികൾ ഉള്ളത്, തീവ്രവാദികൾ എവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലും ആശുപത്രിയിലും അതുപോലെ അടിയിലൊരു തുരങ്കം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഈ തീവ്രവാദികൾ വസിച്ചിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു മിസൈൽ ആക്രമണം വന്നു കഴിഞ്ഞാലും ഇവിടെയുള്ള സ്ഥലങ്ങളിലാണ് പതിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ എന്താ പറയുന്നത്, അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലുകളിലും അതേപോലെ സ്കൂളുകളിലും ഒക്കെയാണ് ആക്രമണം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്ര പിഞ്ചു കുഞ്ഞുങ്ങളും രോഗികളും ഒക്കെയാണ് മരിച്ചു വീണെന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അവരുടെ മറവില് ഇവരാണ് നിന്ന് അവരെ ഷെൽട്ടറാക്കി ഇവരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ തീവ്രവാദികൾ വസിക്കുന്നത് സ്കൂളുകളിലും അതേപോലെ ഹോസ്പിറ്റലുകളിലുമാണ്, അല്ലാതെ വേറെ മുറികളിലും വീടുകളിലും ഒന്നും അല്ല വസിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ടാണ്
ഇസ്രായേലും ട്രംപും ഒരുപോലെ യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ പിന്നീട് ഈ ഇറാന് നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇറാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ തന്നെ അമേരിക്കയുടെ അതുള്ള പല സ്ഥലങ്ങൾ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം ഒരേപോലെ ആക്രമണം നടത്തി. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. നമുക്കറിയാം ഗൾഫ് മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രവാസി സഹോദരന്മാർ, അതായത് നമ്മുടെയൊക്കെ ഭർത്താവും അതേപോലെ അമ്മയും അച്ഛന്മാരും ചേട്ടന്മാരും എന്ന് വേണ്ട അനിയന്മാരും എല്ലാവരും ഒരുപോലെ ഗൾഫ് മേഖലയിൽ പല സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നതാണ്. പല പ്രവാസികളുടെ ഭാര്യമാർ ഇവിടെ തന്നെ ജീവിക്കുന്നുണ്ട്, അതേപോലെ അമ്മമാർ ജീവിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിലൊരു തീ കോരിയിട്ട പോലെ ആയിരുന്നു. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് പോലെ അറിയാത്ത സ്ഥിതിയായിരുന്നു. കുവൈറ്റിലും ഖത്തറിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായി. ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം അവിടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ പേടിയാണ്. കാരണം മുകളിലൊക്കെ മഴവില്ലിതാ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെയാണ് മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വീഡിയോസ് ഒക്കെ അവർ വിളിച്ച് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഭയം നമുക്ക് തന്നെ ഉണ്ടാകുമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അക്രമമായിരുന്നു. കാരണം സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ സൈറൻ മുഴങ്ങുമായിരുന്നു. കാരണം അപ്പൊ നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുക എന്നൊരു മൈൻഡാണ്. നമ്മൾ അവരെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും എങ്ങനെയാന്നുള്ളത്. ആ ഒരു സമയത്താണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വെടിനിർത്തൽ കരാറ് വച്ചു. അതായത് ഹോർമൂസ് തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഹോർമൂസ് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായത്. 60 ദിവസമാണ് ആ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി. ആ വെടിനിർത്തൽ കരാർ അവസാനിച്ചത് ഇന്നലെയോ, അതായത് ഓഗസ്റ്റ് 17, 2026 ഇനി അതിനുശേഷം എന്താണ് ഉണ്ടാവാൻ പോവുക? പഴയ പോലെ ഇറാൻ എന്താണെങ്കിലും കീഴടങ്ങുകയില്ല, ഇറാൻ ആണവാക്രമണം നടത്തുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇറാൻ ആണവാക്രമണം നടത്തുകയില്ല, പക്ഷേ ആണവാക്രമണം അല്ലെങ്കിൽ ആണവായുധം അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുള്ള ഒരു കിംവദന്തിയുടെ പുറത്ത് മാത്രമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇറാൻ ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് ഇറാന് ഭയങ്കര ആണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഒരിക്കലും ഇത് കീഴടങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ കീഴടങ്ങാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് ഇത് കടന്നു പോവുകയാണ്. അതായത് ഒന്ന് വെടിനിർത്തി വെച്ച യുദ്ധം പിന്നെയും കടന്നു പോകാൻ തുടങ്ങുകയാണ്. അതായത് ഇനി നമുക്ക് അറിയേണ്ടത് ഒമാനെ അമേരിക്ക ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഒമാനെ ആക്രമിച്ചാൽ അത് ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ അത് വിപത്തുണ്ടാവും നമുക്കറിയാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകളുടെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു യുദ്ധവും സമാധാനപരമായിരിക്കില്ല. ഷെല്ലാക്രമണമായിരിക്കും, നിരപരാധികളായിട്ടുള്ള ആളുകളായിരിക്കും മരണത്തിന് ഇടയാവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് എന്താണെന്ന് നമുക്കറിയില്ല. ഇനി ഒരു കരാർ ഉണ്ടാക്കുമോ? ഉണ്ടാക്കാൻ തന്നെ അമേരിക്കയും അതേപോലെ ഇറാനും ഇസ്രായേലും ഒക്കെ തയ്യാറാകുമോ? ഇനിയും ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ? അതോ ഇറാൻ മാപ്പ് പറയുമോ? അതോ കീഴടങ്ങുമോ? ഇതൊന്നും നമുക്കറിയില്ല. ഇനി ട്രംപ് അവിടെ തീയിടുമോ, വെടിവെക്കുമോ എന്നും നമുക്കറിയത്തില്ല. ഇനി എന്താണ് എന്ന് തീരുമാനത്തിനനുസരിച്ചിരിക്കും. ഇറാനുമായിട്ട് ഒമാൻ ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു യുദ്ധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കിനി കണ്ടു തന്നെ അറിയാം ഇനി ഇറാൻ ഇന്ന് കത്തുമോ, അതോ തിരിച്ചടിക്കുമോ, മാപ്പ് പറയുമോ, കീഴടങ്ങുമോ എന്ന് കണ്ടു തന്നെ അറിയണം.